പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5. പ്രധാന വാർത്തകൾ. നൃത്തത്തിന്റെയും കഴിവുകളുടെയും ഊർജ്ജസ്വലമായ മത്സരത്തിൽ 150ഓളം മത്സരാർത്ഥികൾ നിറഞ്ഞാടിയ ഡാൻസ് ഉത്സവ് 3ാം സീസൺ ഗ്രാൻഡ് ഫിനാലേക്ക് തിരശ്ശീല വീണു. സുഹാർ ഒമാനി വിമൻസ് ഹാളിൽ രാവിലെ 10:30 ആരംഭിച്ച പരിപാടി രാത്രി 11 അവസാനിച്ചു. പരിപാടി മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഏപ്രിൽ 4 സുഹാറിലെ ലുലു ഹാളിൽ നടന്ന ഓഡീഷനുകളിലൂടെ സിനിമാറ്റിക്, നാടോടി നൃത്ത വിഭാഗങ്ങളിലേക്ക് വിവിധ പ്രായ വിഭാഗങ്ങളിലായി തിരഞ്ഞെടുത്ത ഫൈനലിസ്റ്റുകളാണ് ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിച്ചത്. ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തൊഴിൽ മേഖലയിലെ പരാതികൾ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ട് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. ഏകപക്ഷീയമായി തൊഴിലാളികളെ പിരിച്ചുവിടലും പദ്ധതികൾ അടച്ചുപൂട്ടലുമാണ് പരാതികളിൽ കൂടുതലെന്നും 2024 വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയീദ് ബിൻ അലി ഐവിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പുതിയ ഡിജിറ്റൽ ട്രേഡ് യൂണിയൻ ഡാറ്റ മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഡാറ്റ ലോഞ്ചിംഗ് ചടങ്ങിൽ നടന്നു. GFOW വാർഷിക റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ അധികൃതർ പരിപാടിയിൽ വിശദീകരിച്ചു. സാധുവായ കാരണമില്ലാതെ തൊഴിലുടമകൾ ഏകപക്ഷീയമായി തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കുന്നുവെന്നതാണ് കഴിഞ്ഞ വർഷം തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച പരാതികളിൽ കൂടുതൽ. പദ്ധതി പൂർത്തീകരണം, കമ്പനികൾ പാപ്പരാകൽ, ലിക്വിഡേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കരാർ അവസാനിപ്പിക്കൽ, വേതനവും ബോണസും അടയ്ക്കാതിരിക്കൽ, വൈകി അടയ്ക്കൽ, തൊഴിലിടങ്ങളിലെ സുരക്ഷയും ആരോഗ്യ ചട്ടങ്ങളും പാലിക്കാതിരിക്കൽ, ജീവനക്കാരെ കരാറുകളിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത വ്യത്യസ്ത ജോലി സ്ഥലങ്ങളിലേക്ക് മാറ്റൽ തുടങ്ങിയ പരാതികളും വലിയ തോതിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം ഒമാനിൽ 31 ഒമാനി തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി GFOW നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേമാസം തന്നെ 30 ഒമാനി തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് തടയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി ഫെബ്രുവരിയിൽ 52 നിയമസഹായങ്ങളും നൽകി. ദാഖിലിയ ഗവർണറേറ്റിലെ മനാഹ് വിലായത്തിൽ വീട്ടിൽ വൻ തീപിടുത്തം. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. തീ കത്തിപ്പടർന്നതോടെ വീടിന്റെ നിലകളിൽ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ദാഖിലിയ യൂണിറ്റ് അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ മുന്നേറി സുൽത്താനേറ്റ്. 2025 റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 134ാം റാങ്കിലെത്തി. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും ഐക്യരാഷ്ട്രസഭയിൽ ഉപദേശക പദവിയുള്ളതുമായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആണ് 180 രാജ്യങ്ങളിലെ പത്രസ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ വിലയിരുത്തി സൂചിക പ്രസിദ്ധീകരിച്ചത്. നിയമപരമായ ചട്ടക്കൂട്, രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക പരിസ്ഥിതി, മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ എന്നീ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒമാൻ പുതിയ മാധ്യമ നിയമം നടപ്പാക്കിയിരുന്നു. ഇത് രാജ്യത്തെ മാധ്യമ മേഖലയിലെ വളരുന്ന മാറ്റങ്ങൾക്കനുസൃതമായാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ നിയമം മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ അടിസ്ഥാന നിയമത്തിന് അനുസൃതമായി അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുന്നു. മസ്കത്ത് KMCCയുടെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സീബ്, മബേല, അൽഖൂദ്, റുസേൽ തുടങ്ങിയ ഏരിയകളിലെ കമ്മിറ്റികൾ സംയുക്തമായി പ്രൈം മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കുന്നത്. മെയ് 9 വെള്ളിയാഴ്ച നടക്കുന്ന ക്യാമ്പിൽ ചെക്കപ്പ്, കൺസൾട്ടേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ സേവനങ്ങൾ സൗജന്യമായി നൽകും. വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങൾ ലഭ്യമാകും. തുടർച്ചയായ സംരംഭങ്ങളിലൂടെ പ്രവാസി സമൂഹത്തിന് ആരോഗ്യ ജാഗ്രതയും രോഗപ്രതിരോധ ശേഷിയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അംഗങ്ങൾക്ക് മെഡിക്കൽ പരിശോധനകളും ചികിത്സയും ഉൾപ്പെടുന്ന സ്പെഷ്യൽ പാക്കേജുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച സമാപിച്ച മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഇത്തവണ റെക്കോർഡ് സന്ദർശകർ. 10 ദിവസങ്ങളിലായി 6,49,000-ത്തിലധികം അക്ഷരപ്രേമികൾ മേളയിലെത്തിയതായി ഇൻഫർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. 211 പരിപാടികൾ അനുബന്ധമായി അരങ്ങേറിയതായും റവാഹി അറിയിച്ചു. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ബിൻ സയീദ് അൽ ബലൂഷി സമാപന സദസ്സിന് കാർമ്മികത്വം വഹിച്ചു.
35 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 674 പ്രസാധകർ പുസ്തകമേളയുടെ ഭാഗമായി. ലോകഭാഷകളിൽ നിന്നുള്ള 6,81,041 പുസ്തകങ്ങൾ വായനാപ്രേമികൾക്ക് ലഭ്യമായിരുന്നു. പുസ്തകമേളയിലെത്തിയ സന്ദർശകരിൽ ഇരട്ടിയോളം വർധനയുണ്ടായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അൾജീരിയയിലെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ഊഷ്മള വരവേൽപ്പ്. ഹൗരി ബൗമേഡിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുൽത്താനെയും പ്രതിനിധി സംഘത്തെയും അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജിദ് തെബൂൺ സ്വീകരിച്ചു. അൾജീരിയൻ ഗവൺമെന്റിന്റെ ചില മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സുൽത്താനും പ്രസിഡന്റും സൗഹൃദ കൂടിക്കാഴ്ച നടത്തി. ഇരു നേതാക്കളും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും ഒമാനും അൾജീരിയയും തമ്മിലുള്ള ആഴത്തിലുള്ള വേരൂന്നിയ ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വേരൂന്നിയ ഉഭയകക്ഷി ബന്ധത്തിന്റെ സ്ഥിരീകരണമാണ് ഈ സന്ദർശനം. പരസ്പര നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും വിവിധ തലങ്ങളിൽ സഹകരണ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും പങ്കാളിത്തത്തിന്റെയും നിക്ഷേപത്തിന്റെയും പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്നതിനും സന്ദർശനം ലക്ഷ്യമിടുന്നു. അറബ് നിലപാടുകൾ ഏകീകരിക്കുന്നതിനും സംയുക്ത അറബ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ ഊന്നൽ നൽകി ഇരു നേതൃത്വങ്ങളിലും തമ്മിലുള്ള ഉന്നതതല കൂടിയാലോചനകളും നടക്കും. വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചേക്കും. രക്ഷിതാക്കൾ ഒപ്പമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കുമെന്ന് എയർ ഇന്ത്യ. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിലാണ് തനിയെ യാത്ര ചെയ്യുന്ന 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിനൊപ്പം അധിക ചാർജ് ഈടാക്കുക. മുമ്പ് ടിക്കറ്റ് നിരക്ക് മാത്രം നൽകിയാൽ മതിയായിരുന്നു. GCC, തെക്കുകിഴക്കൻ ഏഷ്യ, സാർക്ക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ 8,500 രൂപയാണ് കുട്ടികൾക്കുള്ള അധിക തുക. ബ്രിട്ടൻ, യൂറോപ്പ്, ഇസ്രായേൽ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് 10,000 രൂപ അധികം നൽകണം. US, കാനഡ എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് 13,000 രൂപയാണ് നൽകേണ്ടത്. കുട്ടികളുടെ സുരക്ഷയും യാത്രാസുഖവും ഉറപ്പുവരുത്താനാണ് ഈ തീരുമാനമെന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചു. ഇന്ത്യയിലെ യാത്രയ്ക്ക് കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിന് പുറമെ 5,000 രൂപ കൂടി നൽകണം. നേരത്തെ UAE സെക്ടർ യാത്രകൾക്ക് മാത്രമായിരുന്നു കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കിയിരുന്നത്. എയർ ഇന്ത്യ തീരുമാനം രക്ഷിതാക്കൾക്ക് അധിക ബാധ്യതയാകും. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ ഒമാനിൽ 350ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച പരീക്ഷയ്ക്ക് 3 മണിക്കൂർ 20 മിനിറ്റായിരുന്നു സമയം. പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ മികച്ച പ്രതികരണമായിരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും മിക്ക വിഷയങ്ങളും എളുപ്പമായിരുന്നുവെങ്കിലും ചിലർക്ക് ചില വിഷയങ്ങൾ ചെറിയ പ്രയാസകരമായി. ഒമാനിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ഇതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു രക്ഷിതാക്കൾക്കൊപ്പം മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത്. രാവിലെ 9:30 മുതൽ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. നീറ്റ് അധികൃതർ നിർദ്ദേശിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും പരിശോധിച്ചായിരുന്നു വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 2 വാരാന്ത്യങ്ങളിലായി ദാർസെയ്ത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളുകളിൽ നടന്ന കേരള വിഭാഗം യുവജനോത്സവ മത്സരങ്ങളുടെ ഭാഗമായുള്ള കലാമത്സരങ്ങൾ സമാപിച്ചു. കുട്ടികളും മുതിർന്നവരുമായി ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ 800-ലധികം കലാകാരന്മാരും കലാകാരികളും മാറ്റുരച്ച ഉത്സവം കാണാൻ രക്ഷിതാക്കളും അധ്യാപകരും മറ്റുമായി ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഓപ്പൺ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി 70-ലേറെ ഇനങ്ങളിലാണ് കലാമത്സരങ്ങൾ നടന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.